ഈ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ശിവസേന ഷിൻഡായ് വിഭാഗത്തിന്റെയും അജിത് പവാർ വിഭാഗത്തിന്റെയും ഒക്കെ ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം അവരെയൊന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അജിത് പവാർ വിഭാഗത്തിനൊക്കെ 7 MP-മാരുള്ള കക്ഷിയാണ്. 4 MP-മാർക്ക് ഒരു മന്ത്രി തലത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും കാര്യമായ പരിഗണന അവർക്ക് ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. മഹായുതി സഖ്യത്തിൽ ചില പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ ഉടലെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട അതിനുശേഷമുള്ള ക്യാബിനറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇത് പരിഹരിക്കാനാവുക? അതോ പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാഹചര്യമാണോ മഹാരാഷ്ട്രയിലുള്ളത്? രാകേഷ്, രഞ്ജിത്ത്, മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമായി സൂചിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ NCPയും ശിവസേനയുമാണ്. പക്ഷേ മഹായുതി സഖ്യത്തിലേക്ക് NDAയിലേക്ക് വരുമ്പോൾ ശിവസേന താരതമ്യേന മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. കാരണം ഇപ്പോൾ NDA സഖ്യത്തിന്റെ മൊത്തം സീറ്റുകൾ നോക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷി ഷിൻഡെ വിഭാഗം ശിവസേനയാണ്. കാരണം TDPക്ക് 16, JDUവിന് 12, അതിനുശേഷം ഇപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 7 സീറ്റ്. അവിടെയാണ് ഷിൻഡെ വിഭാഗം ശിവസേന പ്രതിഷേധിക്കുന്നത്. അവരുടെ പരിഭവം അവിടെയാണ് നിൽക്കുന്നത്. കാരണം ഒരു സീറ്റുള്ള ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. ജിതിൻ റാം മാഞ്ചി മന്ത്രിയായി. 5 സീറ്റാണ് ചിരാഗ് പാസ്വാൻ ഉള്ളത്. ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവി നൽകി. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയ്ക്ക് അത്തരമൊരു ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്ന ചോദ്യം പരസ്യമായി ചോദിക്കുകയാണ് ശിവസേന. പ്രത്യേകിച്ച് 7 സീറ്റുകൾ നിലവിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ ഏറ്റവും നിർണായകമായ ഒരു നമ്പറാണ്. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയെ ഇത്തരത്തിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോക്സഭയിലെ ശിവസേനയുടെ ചീഫ് വിപ്പായ നേതാവ് തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഏറ്റവും ഗൗരവമായ കാര്യം. ശ്രീരംഗ് ബർണെ അദ്ദേഹമാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അനീതി നടന്നു, ശിവസേനയോട് അനീതി കാട്ടിയെന്ന പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രം നൽകിയത് അപമാനിക്കലാണ് എന്നാണ് അവരുടെ പരാതി. നേരത്തെ അജിത് പവാർ പക്ഷവും സമാനമായ പരാതി ആവർത്തിച്ചിരുന്നു. അതിന് BJPയുടെ വാദം അല്ലെങ്കിൽ BJPയുടെ മറുപടി പ്രതീക്ഷിച്ചൊരു പ്രകടനം അജിത്തിന്റെ ഭാഗത്തുനിന്ന്, ആ പക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് 1 സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ശിവസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവർ 7 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. നിലവിലെ കൂട്ടുകക്ഷി സർക്കാരിൽ പ്രധാനപ്പെട്ട നമ്പറാണ് 7 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിഗണന കിട്ടിയിട്ടില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അജിത് പക്ഷത്തുള്ള MLA-മാരിൽ പലരും തിരിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം. പക്ഷേ ഷിൻഡെ വിഭാഗം പ്രതീക്ഷിച്ച പോലെ ഒരു പ്രാതിനിധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ ആ ക്യാമ്പിലും ഇനി ഒരുപക്ഷെ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതാണ് ആ പാർട്ടി അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിസ്ഥാനം ഇന്നാണല്ലോ ഈ മന്ത്രിമാർ ഓഫീസുകളെത്തി സ്ഥാനമേൽക്കുക. അതായത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നേരത്തെയുള്ള മന്ത്രിമാർ തന്നെയാണ്. അതിലൂടെ ഒരു ഭരണ തുടർച്ച, അതായത് പിന്തുടർന്നു വന്ന വികസന പദ്ധതികൾ, റെയിൽവേ വികസനമായാലും റോഡ് വികസനമായാലുമുള്ള കാര്യങ്ങളിൽ ഒരു തുടർച്ച സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. കാര്യമായ മാറ്റമില്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങൾ, ഇന്നലെയാണെങ്കിൽ പ്രധാനമന്ത്രി കർഷകരുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഒപ്പിട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം വീടുകൾ കൂടുതലായി നിർമ്മിക്കാൻ 20 കോടിയോളം വീടുകൾ രാജ്യത്ത് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ തുടരും എന്നല്ലേ അർത്ഥം? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം മാത്രവുമല്ല, ഇന്നലെ കിസാൻ നിധിയിലാണ് പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത്. 17ാം ഗഡു, അതിന്റെ 17ാം ഗഡുവിന്റെ ആണ് ആദ്യം ഒപ്പുവെച്ചത്. ഒപ്പം കർഷകർക്കൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. അതിനോടുമായി കൂട്ടി വായിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കർഷക സമരം നടന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി BJPക്ക് നേരിടുകയുണ്ടായി. പഞ്ചാബിൽ സാധാരണഗതിയിൽ ഗുരുദാസ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP വിജയിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒറ്റ സീറ്റിലും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. ഹരിയാനയിലെ 10 സീറ്റിൽ 5 തോറ്റു, 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ തന്നെ ഇത്തവണ നിലവിലുണ്ടായിരുന്നു. UPയിലും സീറ്റുകൾ കുറഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് ഏതായാലും ഇത്തരമൊരു തീരുമാനം പ്രധാനമന്ത്രിയുടെ കൂടി ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുറമെ പഞ്ചാബിൽ നിന്നൊരു നേതാവിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബിട്ടുവിനെ മന്ത്രിസ്ഥാനം നൽകിയെന്നുകൂടി ഇതിനുമായി കൂട്ടി വായിക്കാവുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് നേതാവായിരുന്നു ബിട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് BJPയിലെത്തുന്നു. അങ്ങനെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ പഞ്ചാബിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ BJPയെ ബാധിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പഞ്ചാബിനൊരു മന്ത്രിസ്ഥാനം നൽകുക കൂടി BJP ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും
അത്തരം ഉണ്ടായ പാളിച്ചകൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് മന്ത്രിമാർ ചുമതലയേൽക്കുകയാണ്. 11 മണിയോടുകൂടി ഭൂരിഭാഗം മന്ത്രിമാരും ഓഫീസിലെത്തി ചുമതലയേൽക്കും. ചില മന്ത്രിമാരെങ്കിലും അത് മാറ്റിവെക്കാറുണ്ട്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ചുമതലയേൽക്കൽ നടക്കുക. പക്ഷേ ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതലയേൽക്കും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഇന്ന് മോദി സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേൽക്കുന്ന ദിവസമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം BJP നിലനിർത്തുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനടക്കം നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ മോദി മന്ത്രിസഭയിലുണ്ട്. ഒപ്പം ജനപ്രിയ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തന്നെയാകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര ഒരു ഫലം അല്ലെങ്കിൽ ഒരു മെച്ചം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ജനക്ഷേമ പദ്ധതികൾക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഏറെ വിമർശനമേറ്റിരുന്ന നിരവധി പദ്ധതികൾ ഒന്ന് പുറകോട്ടടിച്ചേക്കാം. ഒരുപക്ഷെ നിരവധി പ്ലാനുകൾ ഒന്ന് പുറകോട്ട് പോയേക്കാം. അതിനു പകരം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കാരണം മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കൂട്ടുകക്ഷി സർക്കാരാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ആദ്യ 2 മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ളതിനേക്കാൾ ഇത്തവണ ഉണ്ടായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം. സുരേഷ് ഗോപിയും ഒപ്പം ജോർജ് കുര്യനും കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാരും ഇന്ന് അവരവരുടെ ഓഫീസുകളെത്തി ചുമതലയേൽക്കുന്നുണ്ട്.